ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ തമ്പനയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മൾ ഹാംസ്റ്റർ കോയിൻ കോമ്പാക്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 2-3 ദിവസമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഇതേ ഉള്ളൂ, ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്താൽ മതി, നല്ല രീതിയിൽ കാശുകാരാകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ എത്രത്തോളം സത്യമുണ്ട്, ഇതിൻ്റെ ചാൻസും കാര്യങ്ങളൊക്കെ എത്രയുണ്ട്, അതായത് തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ ഇതിനകത്ത് പറയുന്നതായിരിക്കും. ലോഗിൻ്റെ തൊട്ട് നമ്മളിതിനകത്ത് എങ്ങനെ വിഡ്രോ ചെയ്യാം, ഇത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് വരെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫുള്ളായിട്ടിരുന്ന് വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഈ സാധനം യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ബേസിക് സാധനമാണ് ടെലഗ്രാം ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. സോ ടെലഗ്രാം പോയി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. എന്നിട്ടൊന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും. അവർ പറയുന്നുണ്ട് ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കോയിനും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ആ ഒരു കോയിൻ വെച്ച് നമുക്ക് ഓരോരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. വീട്ടിലേക്ക് വരുന്ന പർച്ചേസ് ഒന്നുമല്ല, ജസ്റ്റ് അവിടെ തന്നെ ജസ്റ്റ് ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും. ആ ഒരു പർച്ചേസ് വെച്ചുകൊണ്ടാണ് നമ്മുടെ എമൗണ്ട് അവിടെ കൂടുന്നത്. അല്ലാണ്ട് കോയിനിൽ വലിയ കാര്യമില്ല. നമ്മൾ ആ കോയിൻ വെച്ച് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്ന ബോണസാണ് കറക്റ്റ് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ സൈനപ്പ് ബോണസ് ആയിട്ട് ഏകദേശം 5000 പോയിന്റ്സ് റഫറിങ് വഴി നമുക്കവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ബിക്കം എ സിഒ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഹോം ഇൻ്റർഫേസിലേക്ക് പോകുന്നതായിരിക്കും. നമുക്കവിടെ കാണാൻ സാധിക്കും ഒരു ഹാംസ്റ്ററും കാര്യങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്, അതായത് ഒരു ആനിമലും കാര്യങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അതേപോലെ തന്നെ ബേസിക് ആയിട്ട് നോക്കുവാണെങ്കിൽ അടിയിൽ എന്താ പറയുക, നമുക്കവിടെ 5000 പോയിന്റ്സ് നമുക്കവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് സൈന ബോണസിൻ്റെ ഭാഗമായിട്ട്. അതേപോലെ തന്നെ ഒരു ഹാംസ്റ്റർ സെൻട്രലായിട്ട് നിൽപ്പുണ്ട്. അതിനുശേഷം ഏറ്റവും അടിയിലായിട്ട് ഒരു 1500 എന്ന് പറഞ്ഞുകൊണ്ടൊരു എനർജിയും കൊടുത്തിട്ടുണ്ട്. അതായത് 1500 എനർജി നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് അടിയിൽ എനർജി കുറയുന്നുമുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴൊക്കെ ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുന്നോ ആ സെക്കൻഡ് തന്നെ ആ സംഭവം കൂടിയും വരുന്നുണ്ട്. നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നില്ല, സോ നമുക്കവിടെ എമൗണ്ട് കാര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ 1500 എന്ന് പറഞ്ഞ സാധനം പെട്ടെന്നൊന്നും തീർന്നു പോകത്തില്ല. അത് നമുക്ക് എന്തോരം വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഇതിനകത്ത് വെയിറ്റ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം 1500 കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ഏകദേശം 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് 1500 കാര്യങ്ങൾ കംപ്ലീറ്റ് ആവും. എന്നിട്ടൊരു 10-20 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേന് 1500 ഒന്നും കൂടെ റീഫില്ലായി വരും. വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു നല്ല കോയിൻസ് ഈ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഏൺ ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാനൊക്കെ മടിയൊക്കെ ആണെങ്കിൽ വേറൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ 1500 എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് വേണം, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അടിയിൽ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ 0 ആക്കിയിട്ട് വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അവിടെ നമുക്ക് ഫുൾ എനർജി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 6 തവണ നമുക്ക് ഫുൾ എനർജി ആയി കിട്ടും. അതായത് പെട്ടെന്ന് 0-ൽ നിന്ന് ഒറ്റ സെക്കൻഡിനുള്ളിൽ തന്നെ 1500 പോയിന്റ്സ് നമുക്ക് അവിടെ ആയി കിട്ടും. അത് നമുക്ക് ഡെയിലി 6 തവണ നമുക്ക് ചെയ്യാം. ഓരോ മണിക്കൂർ ഇടവിട്ട് നമുക്ക് 6 തവണ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 0 കോയിൻസ് ആകുമ്പോൾ തന്നെ ആ ബൂസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് കൊടുത്താൽ മതി. നമുക്കവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ 1500 പോയിൻറ്റ്സ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നമുക്കവിടെ ലെവലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സിൽവർ ലെവലാണ്. അത് നമ്മൾ ആവണമെന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ നമുക്ക് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവരോട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏൺ അപ് ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ എനർജി നമുക്ക് പറഞ്ഞല്ലോ 1 മണിക്കൂറിന് ശേഷം മാത്രമേ അടുത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്നൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. 1 മണിക്കൂറിനുള്ളിൽ ഒരു ബൂസ്റ്ററെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എയർ ഡ്രോപ്പിൽ പോവുക. ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കണക്ട് യുവർ ടോൺ വാലറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ടോൺ വാലറ്റ് ഒന്നും വേണ്ട, ടെലഗ്രാം അക്കൗണ്ട് ഉണ്ടായാൽ മാത്രം മതി. പിന്നെ അവർ ബേസിക് ആയി കുറച്ച് സാധനങ്ങൾ ചോദിക്കുന്നതായിരിക്കും. ഓപ്പൺ വാലറ്റ് ഇൻ ടെലഗ്രാം എന്നൊക്കെ പറഞ്ഞ് ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ചോദിക്കുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു OTP ചോദിക്കും, അതൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കപ്പ് ബൈ ഇമെയിൽ കൊടുക്കുക, ഇമെയിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കണക്റ്റ് ആയി കിട്ടുന്നതായിരിക്കും. ആ സാധനം കുറച്ച് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, സാധാരണ കണക്ട് ചെയ്യുന്ന പോലെ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും കണക്റ്റഡ് ടു യുവർ ടോൺ വാലറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കവിടെ വരും. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസും കാര്യങ്ങളൊക്കെ കട്ടാവും. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ കാണാൻ സാധിക്കുക നമ്മുടെ ലെവലപ്പും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഈ 25 കോയിൻ ആവുമ്പോഴായിരിക്കും, അതായത് നമുക്കവിടെ ഇപ്പോൾ 9000 ഉള്ളൂ. ആ കോയിൻ അപ്പോൾ 25K ആവുന്നു. അപ്പോൾ നമുക്ക് ലെവൽ 2ലേക്ക് കയറാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ കോയിനിൽ വലിയ കാര്യമൊന്നുമില്ല. ഏറ്റവും ടോപ്പിൽ പ്രോഫിറ്റ് പെർ അവർ എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അവിടെ 0 അതാണ് നമ്മൾ കൂട്ടേണ്ടത്. അതെങ്ങനെയാണ് കൂട്ടേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനൊക്കെ മുമ്പ് നിങ്ങൾ ടെലഗ്രാമിൽ പോയി ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് സെലക്ട് ചെയ്യുക. ഹാംസ്റ്റർ K ആട്ടോ, C അല്ല. ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു 2 അക്കൗണ്ട് വരും. രണ്ടും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് /start എന്നടിക്കുക.
നമ്മൾ ഈ സ്ലാഷ് സ്റ്റാർട്ട് എന്ന് അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറാനുള്ള ലിങ്ക് കിട്ടുന്നതായിരിക്കും. നമുക്കവിടെ കാണാൻ സാധിക്കും പ്ലേ ഇൻ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഹോം പേജിലേക്ക് പോകുന്നതായിരിക്കും. അല്ലാണ്ട് നിങ്ങൾ വേറെ ലിങ്ക് ഒന്നും എടുത്ത് കഷ്ടപ്പെടേണ്ട. എന്താണെങ്കിലും നിങ്ങൾക്ക് ടെലഗ്രാം വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വീണ്ടും നമുക്ക് റീജോയിൻ ചെയ്യാൻ പറ്റും. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ നേരെ ബാക്കി അടിച്ചാൽ നിങ്ങൾ നേരെ ടെലഗ്രാമിലേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇനിയാണ് ഒരു ബോണസ് കിട്ടാനായിട്ട്, ബോണസും കാര്യങ്ങൾ കിട്ടാനായിട്ട് അവിടെ ഏൺ പെർ ടാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു 3 തവണ കണ്ടിന്യൂസ് ആയിട്ട് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബ്ലൂവിൽ നിൽക്കുന്ന ഹാംസ്റ്റർ റെഡായി മാറും. അതേപോലെ തന്നെ അവിടെ ഡെയിലി സിപ്പർ എന്നോ അങ്ങനെ ഇവിടെ സാധനം കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കംപ്ലീറ്റ് ആക്കുന്നത് കാണിച്ചു തരാം. ഇത് ഓരോ ദിവസം ഓരോ കോഡായിരിക്കും. ആ കോഡ് ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ ദിവസം കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓരോ ദിവസം വന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ കോഡ് എന്ന് പറഞ്ഞാൽ ഫോർക്ക് എന്നാണ്. ഓക്കെ, ഫോർക്ക് എന്നാണ്. പക്ഷെ അത് അടിക്കുന്ന ഒരു മെത്തേഡ് അവർ കൊടുത്തിട്ടുണ്ട്. 2 ഡോട്ട് 2 സ്ലാഷ് 1 ഡോട്ട് അങ്ങനെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പോൾ ഡോട്ട് ആണെങ്കിൽ നിങ്ങൾ ആദ്യം മറ്റേ 2 തവണ എനേബിൾ ചെയ്യുക. അതിനുശേഷം ഹാംസ്റ്ററിൻ്റെ നെഞ്ചത്തല്ലെങ്കിൽ സൈഡിൽ 2 തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡോട്ട് ആവും. അതിനുശേഷം നിങ്ങൾക്ക് സ്ലാഷാ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് താഴേക്ക് വരിക്കുക. അപ്പോൾ അത് സ്ലാഷായി മാറും. വീണ്ടും നിങ്ങൾക്ക് ഡോട്ടാ വേണമെങ്കിൽ 1 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ഇപ്പോൾ എഫിൻ്റെ എന്ന് പറഞ്ഞാൽ 2 ഡോട്ട് 1 സ്ലാഷ് 1 ഡോട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ടൈം ഗ്യാപ്പ് ഒന്നും എടുക്കാണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ ആ ഡെയിലി സിപ്പറിൻ്റെ അവിടെ എഫ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതായത് ആദ്യത്തെ വേർഡ് കംപ്ലീറ്റ് ആയി. പിന്നെ നിങ്ങളിത് മാക്സിമം പെട്ടെന്ന് ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഡോട്ട് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് സ്ലാഷ് അല്ലെങ്കിൽ അണ്ടർസ്കോർ ആണ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് താഴേക്കൊന്ന് വരച്ചാൽ മതി. അപ്പോൾ നമുക്കവിടെ സ്ലാഷായി വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കിത് പറ്റുന്നില്ല, ഭയങ്കര പാടാണ്, എന്തോ ഈ സൈറ്റിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് നോക്കിയാൽ മതി. നമുക്കിത് പക്കയായിട്ട് വർക്കാവുന്നതായിരിക്കും. എനിക്കങ്ങനെ വന്നായിരുന്നു, സൈറ്റിൻ്റെ എന്ത് ഇഷ്യൂ പോലെ എനിക്ക് വന്നായിരുന്നു. സോ ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഒന്നും കൂടെ റീഫ്രഷ് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം എടുക്കും, കാരണം ഇത് ആദ്യമൊന്നും കിട്ടത്തില്ല. ഞാനിപ്പോൾ എഫ് എന്ന് പറഞ്ഞ ഒരു തരത്തിൽ ഞാനവിടെ ആയിട്ടുണ്ട്. അതായത് 2 ടാപ്പ് 1 സ്ലാഷ് 1 ഡോട്ട്. നിങ്ങൾ ഈ വീഡിയോ ഇന്ന് കാണുന്നവരാണെങ്കിൽ, അതായത് ഇന്ന് 20-ാം തീയതിയാണ്, ഇന്ന് കാണുന്നവരാണെങ്കിൽ ഇതായിരിക്കും കോഡ്. നാളെ വേറെ കോഡായിരിക്കും. ഞാൻ ഏകദേശം രാവിലെ ഒരു 10 മണിയോടെ അല്ലെങ്കിൽ ഒരു 11-12 മണിയോടെ ഞാൻ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 1-ാം തീയതി വരെ. 1-ാം തീയതി അറിയാം ഈ സംഭവത്തിൽ വലിയ കാര്യം ഉണ്ടോന്ന്. അപ്പം ഞാൻ അവിടെ ഒരു തരത്തിൽ ഫോർക്ക് എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കവിടെ ടേക്ക് ദ പ്രൈസ് എൻ്റർ ചെയ്യുക. നമുക്ക് ഏകദേശം നല്ലൊരു പോയിന്റ് അവിടെ കിട്ടിയിട്ടുണ്ട്, കാണാൻ സാധിക്കും. 100, 1000 ലാക്ക് 10 ലാക്ക് ഏകദേശം 10 ലക്ഷം കോയിൻസോളം നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും നമുക്കവിടെ 3000 അതുപോലെ തന്നെ നമ്മൾ ലെവൽ അപ്പായി. കാരണം 25,000 കോയിൻസ് കഴിഞ്ഞു. സോ നമുക്കവിടെ ലെവൽ അപ്പായി. അപ്പം നമ്മുടെ എനർജി എന്ന് പറഞ്ഞാൽ 3000 ആയി. 1500 നിന്ന് 3000 ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ആ കോയിനും കൊണ്ട് ഒരു കാര്യമില്ല, നമുക്കതുകൊണ്ട് ബൈ ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഡെയിലി നമുക്കിങ്ങനെ ആ ഒരു കോമ്പാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം 4ാമത്തെ ഓപ്ഷനാണ് ഏണിലേക്ക് വരിക. ഏണിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും കേട്ടോ, മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കവിടെ ഒന്നാമതായിട്ട് കൊടുത്തേക്കുന്ന വീഡിയോ കാണാനാണ്. അതേപോലെ തന്നെ ജസ്റ്റ് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ 3 ഫ്രണ്ട്സിനെങ്കിലും റെഫർ ചെയ്യുക. അത് മസ്റ്റാണ്. 3 ഫ്രണ്ട്സിനെങ്കിലും റെഫർ ചെയ്തിരിക്കണം, എന്നാലേ നമുക്കത് ഇന്ത്യൻ സെർവറിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യത്തെ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് വാച്ച് വീഡിയോ പോയി യൂട്യൂബിലേക്ക് പോവുക. യൂട്യൂബിലേക്ക് പോയി ഒരു 2 മിനിറ്റ് വീഡിയോ ആണ്, സ്കിപ്പ് അടിക്കാണ്ട് കാണുക. അതിനുശേഷം ബാക്കി അടിച്ച് വരിക. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ പോയിന്റ്സ് ആഡായി കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ മറ്റേ വീഡിയോ കംപ്ലീറ്റ് ആക്കുക. അതുപോലെ അടുത്തത് ഡെയിലി റിവാർഡാണ്, ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമുക്കവിടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെലഗ്രാമിലേക്ക് ഡയറക്റ്റായിട്ട് പോകുന്നതായിരിക്കും. ജോയിൻ ചെയ്യുക, കോയിൻ അപ്പം തന്നെ ആഡ് ആവുന്നതായിരിക്കും. പിന്നെ എക്സ് അതിലേക്ക് ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതിനുശേഷം നമ്മളൊരു എക്സ്ചേഞ്ച് നടത്തണം, അത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്താൽ മാത്രം മതി, കോയിൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനെ റെഫറും ചെയ്യണം. 3 ഫ്രണ്ട്സിനെ മസ്റ്റായിട്ട് റെഫർ ചെയ്യണം കേട്ടോ. അടുത്തായിട്ടൊരു ഓപ്ഷനാണ് മൈന്. ഇതാണ് മെയിൻ ഓപ്ഷൻ. അതായത് നമ്മൾ അത്യാവശ്യം കോയിൻസ് ആയി, 10-20 ലക്ഷം കോയിൻസ് ആയി എന്ന് വിചാരിക്കുക. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കുറേ പർച്ചേസ് ചെയ്യാനുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കവിടെ കാണാൻ സാധിക്കും 10K കോയിൻസ് കൊടുത്താൽ പെർ അവർ
950 പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പെർ അവർ 950 പ്രോഫിറ്റ് 10K കൊടുത്താൽ കിട്ടുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഇഷ്ടംപോലെ കോയിൻസ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ സാധനം വാങ്ങുക, എന്നിട്ട് അതിന് മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ചെറിയ വിലയോടൊന്നും വാങ്ങരുത്. ചിലതൊക്കെ അവിടെ കൊടുക്കും 10Kക്ക് വെറും 10 അല്ലെങ്കിൽ ഒരു 50 പ്രോഫിറ്റ് പെർ അവറൊക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതൊന്നും ബൈ ചെയ്യാൻ നിൽക്കരുത്. അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന മാത്രം ബൈ ചെയ്യുക. ഇപ്പോൾ കാണാൻ സാധിക്കും ഏറ്റവും ടോപ്പിൽ +950 എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ വന്നു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ബൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതേപോലെ തന്നെ മാക്സിമം ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ മണ്ടയിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമുക്കവിടെ ചിലതൊക്കെ ലോക്കാണ്. അതൊക്കെ എങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടതെന്ന് താഴെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഗെയിം ഫ്യൂ ടോക്കൺസ് എന്ന് പറഞ്ഞൊരു സാധനം ലോക്ക്ഡ് ആണ്. അപ്പോൾ അത് അൺലോക്ക് ചെയ്യാനായിട്ട് താഴെ ഹാംസ്റ്റർ ട്യൂബ് ലെവൽ 4 ആക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സംഭവം, അതായത് മണ്ടയിൽ മാർക്കറ്റിംഗ്, PR ടീംസ്, ലീഗൽ, സ്പെഷ്യൽ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോന്ന് പോയി ചെക്ക് ചെയ്യുക. അതായത് ഹാംസ്റ്റർ ട്യൂബ് എവിടെയാണ് പോയി ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച് അത് ലെവൽ 4 ആക്കുക. സംഭവം അത്രേ ഉള്ളൂ. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കിയിട്ടാണെങ്കിൽ ആ ഒരു സാധനം ആ മാർക്കറ്റ്സിനകത്ത് ഇല്ല. അടുത്തതിനകത്ത് പോവുകയാണ്. അടുത്തതിനകത്ത് ആ സംഭവം, അതായത് ഹാംസ്റ്റർ ട്യൂബ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഹാംസ്റ്റർ ട്യൂബ് അൺലോക്ക് ആക്കാൻ നമ്മൾ ഹാംസ്റ്റർ ട്യൂബ് ലെവൽ 5 ആക്കണം. അത് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, സംഭവം ലോക്കാണ്. അത് അൺലോക്ക് ചെയ്യാനായിട്ട് ഹാംസ്റ്റർ ബുക്ക് നമ്മൾ അൺലോക്ക് ആക്കി ലെവൽ 5 ആക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത അന്വേഷണം ഹാംസ്റ്റർ ബുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊരു 5 തവണ ക്ലിക്ക് ചെയ്യുക. അവിടെ ലെവലും അപ്പാവെന്ന് കാണാൻ സാധിക്കും. ആ ലെവൽ നിങ്ങൾ 5 ആക്കുക. അവരെത്രയാണോ കൊടുത്തേക്കുന്നത് ആ ലെവൽ അത്രയാക്കുക. എനിക്കിപ്പോൾ 5 ആണ് അത് അൺലോക്ക് ചെയ്യാൻ. സോ ഞാനത് ക്ലിക്ക് ചെയ്ത് ഞാനവിടെ ലെവൽ 5 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും ഹാംസ്റ്റർ ട്യൂബ് അവിടെ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേത് അൺലോക്ക് ആക്കണമെങ്കിൽ നമുക്കിത് 5 അങ്ങാണ്ട് എത്തിക്കണം. 5 ആയിരുന്നു തോന്നുന്നു, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, 5 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 5 തവണ അത് ലെവലപ്പ് ആക്കുക. അവരെത്ര ലെവലാക്കാനാണോ പറയുന്നത് ആ ലെവലാക്കുക. അതിനുശേഷം നമ്മൾ റിട്ടേൺ വരിക, അതായത് മാർക്കറ്റിലേക്ക് വരിക. നമുക്ക് അവിടെ ആ ഗെയിം ഫൈ ടോക്കൺ എന്ന് പറഞ്ഞ സാധനം അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓരോ സാധനങ്ങൾ അൺലോക്ക് ആക്കുന്നത്. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിനകത്ത് ഓരോ സാധനം അൺലോക്ക് ആക്കാനായിട്ട് വേറൊരു സാധനം അൺലോക്ക് ആക്കണം. ചിലപ്പോൾ ആ സാധനം അൺലോക്കാനായിട്ട് വേറൊരു സാധനം അൺലോക്ക് ആക്കി നമ്മൾ ലെവൽ കൂട്ടണം. പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോയിട്ടൊന്ന് കണ്ടാൽ മതി, പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഞാനിതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം കോയിൻ ഏൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പോലെ ചെയ്യുക. അപ്പോൾ മാക്സിമം എന്തോരം നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാവോ, എന്തോരം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാവോ അത്രയും ചെയ്യുക. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു എമൗണ്ട് നമുക്ക് കൂടുന്നതായിരിക്കും. അതേപോലെ തന്നെ വേറൊരു സാധനമാണ്, ഇവിടെ നമുക്ക് 3 ടോക്കൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ മറ്റേ ആ ഒരു ടോക്കൺ പോലെ, അതായത് നമ്മൾ ഫോർക്കെന്ന് അടിച്ചില്ലേ, അതേപോലുള്ളൊരു രഹസ്യ സാധനമാണ്. അത് ഇപ്പോൾ അതായത് 20-ാം തീയതിയിലത്തെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് നമ്മൾ ഒരു ലെവൽ അപ്ഗ്രേഡ് ആകുമ്പോഴത്തേനും ആദ്യത്തെ ആ കാർഡ് നമുക്ക് ഓപ്പണായി കിട്ടുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ കാർഡ് ഓപ്പണായി. അപ്പോൾ രണ്ടാമത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏതാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ദിവസം ഓരോ കാർഡായിരിക്കും. ഇന്നത്തെ കാർഡ്, ആദ്യത്തെ കാർഡ് മാർക്കറ്റിംഗ് ആണ്. രണ്ടാമത്തെ കാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ മൂന്നാമത്തെ സ്പെഷ്യലിലേക്ക് വന്നതിന് ശേഷം നമുക്കവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് മണ്ടയിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണ്. മണ്ടയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും സ്പെഷ്യൽ ഹാംസ്റ്റർ കോൺഫറൻസ്. അതാണ് രണ്ടാമത്തെ കോഡ്. അതൊന്ന് അൺലോക്ക് ചെയ്യുക. അത് അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്കും രണ്ടാമത്തെ ആ ഫ്ലിപ്കാർട്ടും നമുക്ക് ഫ്ലിപ്കാർട്ട് അല്ലട്ടോ, ആ കാർഡ് നമുക്ക് അൺലോക്കായി കിട്ടുന്നതായിരിക്കും. മൂന്നാമത്തെ കാർഡാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓരോ ദിവസം ഓരോ കാർഡായിരിക്കും. ഇന്നത്തെ കാർഡ് ഇതാണ്. ഈ കാർഡിൻ്റെ നെയിം മാക്സിമം ഞാൻ മെൻഷൻ ചെയ്യാൻ നോക്കാം കേട്ടോ. കാർഡിൻ്റെ കൊടുത്തേക്കുന്ന നമുക്ക് ഏതാ, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക ഏതാ സംഭവം. അതായത് ഇന്നത്തെ ആ കാർഡ് ഏതാണെന്ന് നോക്കുക. ഇന്നത്തെ കാർഡ് ട്രേഡിംഗ് ബോർഡ്സ് ആണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കത് അൺലോക്ക് ചെയ്യണമെങ്കിൽ വേറൊരു സാധനം അൺലോക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. IT ക്യാമ്പ് എന്ന് പറഞ്ഞൊരു സാധനം അൺലോക്ക് ആക്കാൻ വരുന്നുണ്ട്. അത് നിങ്ങൾ ലെവൽ 9 ആക്കിയിട്ട് ഇത് വന്ന് അൺലോക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ലെവൽ 9 ആക്കി പെട്ടെന്നൊന്ന് കാണിച്ചു തന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കവിടെ ആ സാധനം അൺലോക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതവിടെ കംപ്ലീറ്റ് ചെയ്തു. ട്രേഡിംഗ് ബോർഡ്സ് അല്ലല്ലോ, സോറി, വെയിറ്റ് ചെയ്യുക. മണ്ടയിലേക്ക് പോവുകയാണ്. ട്രേഡിംഗ് ബോർഡ്സ് തന്നെയാണ്. ട്രേഡിംഗ് ബോർഡ്സ് ഗോ ഹെഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ 3 സാധനം അൺലോക്കായി കിട്ടി. ഏകദേശം 5 മില്യൺ കോയിൻസ് നമുക്കവിടെ കിട്ടുന്നതായിരിക്കും. നല്ലൊരു എമൗണ്ട്. ഇതൊക്കെ ചെയ്താൽ മതി. ആ കോയിൻ ഞാൻ പറഞ്ഞല്ലോ, ടാപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ കുറേ സംഭവം ചെയ്താൽ മതി. നല്ലൊരു കോയിൻ അവിടെ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം കാണാൻ സാധിക്കും പ്രോഫിറ്റ് പെർ ഹവർ എന്ന് പറഞ്ഞാൽ +70.15K അവിടെ ആയി കഴിഞ്ഞു. അപ്പോൾ അതൊരു 500-600 നിങ്ങൾ എത്തിക്കാൻ നോക്കുക. 1000-2000 എത്തിക്കാൻ നോക്കുക.
അടുത്തായിട്ട് ചെയ്യേണ്ടതാണ്, നിങ്ങൾക്ക് വലിയൊരു ഓപ്ഷനാണ്, അവിടെ നമുക്ക് ചൂസ് യുവർ എക്സ്ചേഞ്ചിലേക്ക് വരിക. അവിടെ നിങ്ങൾ ചൂസ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ. ഞാനിപ്പോൾ ബൈനാൻസ് ആണ് ചൂസ് ചെയ്യുന്നത്. ബൈനാൻസ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാനിവിടെ ബൈനാൻസ് യൂസ് ചെയ്തു. അപ്പോൾ ആ സംഭവം കിട്ടി. പിന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനായിട്ട് അവിടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പെർ ഇൻവൈറ്റ് നമുക്ക് 5000 പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആൾ ടെലഗ്രാമിൽ പ്രീമിയർ യൂസർ ആണെങ്കിൽ 25,000 കോയിനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കവിടെ എന്താ പറയുക, 3 പേരെ മസ്റ്റായിട്ട് റെഫർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കവിടെ ഇന്ത്യൻ സെർവർ അൺലോക്ക് ആയി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 3 ഫ്രണ്ട്സിനെ എവിടുന്നേലും ഒപ്പിച്ച് റെഫർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക്കായിട്ട് പറയുന്ന സംഭവം. ഇനി ഞാൻ പറഞ്ഞുതരാം ഇതിന് എത്രത്തോളം ചാൻസ് ഉണ്ട്, ഇത് നമ്മൾ ചെയ്യുന്നതിൽ വലിയ കാര്യമുണ്ടോ, അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സ്ക്രീനിൽ കുറേ സംഭവം കാണിക്കുന്നുണ്ട്, അതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ സംഭവമാണ്. ജസ്റ്റ് അതും കൂടെ നോക്കുക കേട്ടോ. ഇത്രയാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് വലിയ കാര്യമുണ്ടോ? ഇതിനകത്ത് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. കാരണം ഈ ക്രിപ്റ്റോ ഒക്കെ വന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കമ്പനി ലോഞ്ച് ആവുന്നത്, അതായത് ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞൊരു കോയിൻ ലോഞ്ച് ആവുന്നത് അടുത്ത മാസം 1-ാം തീയതി 2-ാം തീയതി ആയിരിക്കും. അതായത് ജൂൺ 1-നോ 2-നോ ആയിരിക്കും. അപ്പോൾ അന്ന് ഏകദേശം ഒരു 13 കമ്പനി, അതായത് ഹാംസ്റ്റർ കോമ്പാക്റ്റ് പോലത്തെ 13 കമ്പനി അന്ന് ലോട്ടിടാൻ നിൽക്കുന്നുണ്ട്. അതായത് ഈ ഞറുക്കെടുപ്പ് പോലെ 13 കമ്പനിയുണ്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഉൾപ്പെടെ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഈ എന്താ പറയുക സെലക്ട് ചെയ്യുന്ന ആൾക്കാർ 5 കമ്പനിയെ സെലക്ട് ചെയ്യും. അതായത് 5 കോയിൻ സെലക്ട് ചെയ്യും. അതിൻ്റെ അകത്ത് ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞൊരു കോയിൻ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് നല്ലൊരു എന്നിട്ട് അവർ ആ പ്രോഫിറ്റ് ഇല്ലേ, നമ്മുടെ കോയിൻ്റെ അല്ല പ്രോഫിറ്റ് ഇല്ലേ, ഏറ്റവും ടോപ്പിൽ പ്രോഫിറ്റ് പെർ അവർ, അപ്പോൾ അതിനൊരു വിലയിടും. ആ കോയിൻ, അതായത് ആ കാശ് നമുക്ക് കിട്ടും. ചിലപ്പോൾ ഒരു കോയിന് നല്ല പ്രൈസൊക്കെ കിട്ടും. നമ്മുടെ ഈ ക്രിപ്റ്റോ ഒക്കെ വന്നപോലെ, ക്രിപ്റ്റോ ഒക്കെ അങ്ങനെ അടിച്ച് കയറി വന്നതാണ്. അപ്പോൾ അതേപോലെയൊക്കെ ഈ സാധനം വന്നാൽ, ഞാൻ പറഞ്ഞല്ലോ 13 ടോക്കൺ ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു 5 ടോക്കൺ അവരെ സെലക്ട് ചെയ്യും. അതിനകത്ത് ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലക്കടിച്ചു. നമ്മൾ നല്ല രീതിയിൽ ഏൺ ചെയ്താൽ ആ ഒരു എമൗണ്ട് നമുക്ക് അവരിടുന്ന വാല്യൂവിന് നമുക്ക് കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ നല്ല പ്രൈസ് ആയിരിക്കും അവരിടുന്നത്, അത് നമുക്ക് കിട്ടുന്നതായിരിക്കും. സംഭവം ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. പിന്നെ ഇത് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് ചോദിച്ചാൽ, ഈ ഹാംസ്റ്റർ കോയിന് ആ ഒരു ലോട്ടിൽ, അതായത് 5-ൽ ഒരാളാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, കാരണം ബാക്കിയുള്ള കമ്പനി ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. ഹാംസ്റ്റർ ഈ കോമ്പാക്റ്റ് ഈ ഒരു 5 പേരിൽ ഒരാവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ ഒരു 10 ദിവസത്തെ കാര്യമുള്ളൂ. 10 ദിവസം നൈസായിട്ട് വർക്ക് ചെയ്യുക. നൈസായിട്ട് നിങ്ങളുടെ ആ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കൂട്ടുക. ഞാൻ പറഞ്ഞല്ലോ, കോയിൻ അല്ല കൂട്ടണ്ടേ, പ്രോഫിറ്റാണ് കൂട്ടണ്ടേ. ഓരോ സാധനങ്ങളൊക്കെ അൺലോക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് എന്താ പറയുക, ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ കൂട്ടാൻ നോക്കുക. അപ്പോൾ ലാസ്റ്റ് നമുക്കറിയാം വല്ലതും കിട്ടുമോ ഇല്ലയോ എന്ന്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതോടെ ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രേ ഉള്ളൂ. KKPP. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നൈസായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ പ്രവീൺ സൈനിങ് ഔട്ട്. ബൈ.